ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ മെഞ്ഞാന്ന് ബിരിയാണി ആക്കിയായിരുന്നു. അപ്പം അന്ന് ഇടാൻ പറ്റിയിട്ടില്ല, നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് ഇടുന്നുണ്ട്. നമ്മളെ ബിരിയാണീൻ്റെ കുറേ മുമ്പേ വീഡിയോ ഇട്ടായിരുന്നു, തലശ്ശേരി ദം ബിരിയാണി. അപ്പം എല്ലാവരും ദം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. കുറേ ആൾ ട്രൈ ചെയ്തിട്ട് സൂപ്പറാണ് പറഞ്ഞിന്. ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ദം ബിരിയാണി ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അറിയിക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് നമ്മളെ ഇതാക്കുക. പിന്നെ ഇത്ര കാലം നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ ഓഡീസ് ചാനലിൻ്റെ വകയും ഞങ്ങളെ രണ്ടുപേരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്നും ആവശ്യമാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ തീർച്ചയായും ഈ ബിരിയാണി നമ്മളെ ട്രൈ ചെയ്ത് നോക്കണം. ദം ബിരിയാണി സാധാ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പറാണ്. അത് ഉണ്ടാക്കി നോക്കി കഴിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്കറിയാം. ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിയും വളരെ ചിക്കൻ പാർട്സും ഉണ്ട്. അത് രണ്ടും കൂടി ഉണ്ടാക്കി നോക്കണം. ചിക്കൻ പാർട്സിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, വരട്ടിയത്. അത് അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണ്. ഈ ഉണ്ടാക്കിയ ചട്നി, അതെ, അതിൻ്റെ കൂടെ കച്ചമ്പറുണ്ട്, ചട്നി ഉണ്ട്, പച്ച ചട്നി, അതെ, ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ചട്നി ഉണ്ട്. പിന്നെ ടേസ്റ്റാണ്. അപ്പോൾ